ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ദൈവം എത്ര വലിയവനാണ്, എത്ര മഹാനാണ്. കർത്താവിൻ്റെ കൃപ എത്ര വലിയ കൃപയാണ് നമുക്കുള്ളത്. ഇന്ന് കർത്താവ് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഇരുന്ന് വചനം പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കർത്താവിൻ്റെ കാൽപാദത്തിലിരുന്ന് ആ മേരിയും മറിയ ദൈവവചനം പഠിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇന്ന് ഇതുപോലെ കാൽപാദത്തിലിരുന്ന് വചനം പഠിക്കുന്ന ഒരു വ്യക്തിയും നിരാശപ്പെട്ടു പോകുകയില്ല. അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളിൽ നിന്ന് ആരും അപഹരിച്ചു കൊണ്ട് പോകത്തില്ല. അത്തരത്തിലുള്ള സമ്പത്താണ്, അല്ലെങ്കിൽ ധനമാണ്, ധനത്തിൻ്റെ മഹാത്മ്യമാണ് കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഹല്ലേലൂയ. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആദ്യത്തേത് കീ സ്പോൺസറാണ്, ഫോർട്ട് കൊച്ചിയിൽ ആഡ്ലിൻ ആണ്. താങ്ക് യു. ജൂലൈ 13 മകൻ അബ്രാമിൻ്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അബ്രാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മകൻ രക്ഷിക്കപ്പെടുവാൻ, മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ കർത്താവെ. അടുത്ത ചെങ്ങന്നൂരിൽ നിന്ന് മാത്യു ജോൺ ആണ് അടുത്ത വ്യക്തി എന്ന് പറയുന്നത്. താങ്ക് യു ബ്രദർ മാത്യു. ജൂലൈ 13 മകൻ മാമൻ മാത്യുവിൻ്റെ 16ാമത്തെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ മാമൻ മാത്യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിൽ ദൈവകൃപയും ദൈവിക ആരോഗ്യം ഉണ്ടാകട്ടെ, ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടട്ടെ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. കാറ്റഗറീസ് ഓഫ് സിൻസ് എന്ന് പറയുന്നത് പാപത്തിൻ്റെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. സോ ഹാപ്പി. നമുക്ക് വീണ്ടും ഇങ്ങനൊരു അവസരം കർത്താവ് തന്നല്ലോ ദൈവവചനം പഠിക്കാൻ. എൻ്റെ ലൈഫിൽ വളരെ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം പഠിക്കുന്നത്, ധ്യാനിക്കുന്നത്, പറയുന്നത്, പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. വാട്ട് അബൌട്ട് യു? എത്ര പേർക്ക് ദൈവവചനം ഇഷ്ടമാണ്? ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയിട്ട് ഐ ലവ് ദ വേർഡ് ഓഫ് ഗോഡ്, എനിക്ക് ദൈവവചനം ഭയങ്കര ഇഷ്ടമാണെന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ദൈവവചനം ഇഷ്ടപ്പെടുന്നവരെ ദൈവം ഇഷ്ടപ്പെടും. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ഫേസസ് ഓഫ് ഹോളിനെസ് ഞാനിങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കുമായിരുന്നു. ദൈവിക വിശുദ്ധിയിലേക്ക് നമ്മൾ നടന്നതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതിൻ്റെ 3 ഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3 ഘട്ടങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇന്നത്തേത് ഓർമ്മയുണ്ടോ? നോട്ട്സ് കയ്യിലുണ്ടോ? കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടായിരുന്നോ? മറ്റുള്ളവരോടത് പറഞ്ഞോ? നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിൽ അത് ഇട്ട് കൊടുത്തോ? നാട്ടിലൂടെ ഇടണം, ആളുകൾ കാണട്ടെ, വായിക്കട്ടെ, പഠിക്കട്ടെ, വാച്ച് ചെയ്യട്ടെ. 1-ാം ഘട്ടമാണ് പൊസിഷണൽ ഹോളിനെസ്. അത് കമൻസ്മെൻ്റ് ആണ്. നമ്മുടെ വിശുദ്ധിയുടെ ജീവിതത്തിൻ്റെ തുടക്കം, വിശുദ്ധ ജീവിതത്തിൻ്റെ തുടക്കം രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം. യേശു കർത്താവിനെ സ്വീകരിച്ചു, ഉടൻ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. ക്രിസ്തുവിൻ്റെ ആ വിശുദ്ധി നമ്മുടെ ആത്മാവിലേക്ക് വന്നു, നമ്മൾ പുതിയ സൃഷ്ടികളായി തീർന്നു. കമൻസ്മെൻറ്റ്, ദാറ്റ് ഈസ് പൊസിഷണൽ ഹോളിനെസ്. സെക്കൻഡ് ഹോളിനെസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2ാമത്തേത് ഞാൻ പറഞ്ഞു പ്രോഗ്രസീവ് ഹോളിനെസ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഹോളിനെസ് എന്ന് വെച്ചാൽ പുരോഗമനപരമായ അല്ലെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫിൽ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ആർജിച്ചെടുക്കേണ്ട, നമ്മൾ അതിന് വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു പങ്കുണ്ട് അവിടെ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്, ദൈവവചനം ആവശ്യമാണ്. ഇതാണ് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. ഒത്തിരി പേർക്കും രക്ഷിക്കപ്പെട്ട ശേഷം എന്തുകൊണ്ട് ഞാൻ വേണ്ടാത്ത ചിന്തിക്കുന്നു, വേണ്ടാത്ത പറയുന്നു, വേണ്ടാത്ത പാപങ്ങളിലേക്ക് വീണു പോകുന്നു? അതിന് കാരണം ആത്മാവിൽ മാത്രമേ വിശുദ്ധീകരണം വന്നിട്ടുള്ളൂ. മനസ്സ് ശുദ്ധീകരണത്തിലൂടെ പോകാൻ കിടക്കുന്നു. അതുപോലെ ശരീരം ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല.
ഇതിൻ്റെ നിവൃത്തീകരണം വരുന്നത്, അതിൻ്റെ ലൈഫ് ലോങ് ഇത് പോകണം. നിവൃത്തീകരണം വരുന്ന 3-ാം ഘട്ടത്തിലാണ്. അതാണ് പെർഫെക്റ്റ് ഹോളിനെസ് എന്ന് പറയുന്നത്. സോ കമൻസ്മെൻറ്റ്, ദെൻ കണ്ടിന്യൂവേഷൻ, ഇത് കൾമിനേഷൻ അല്ലെങ്കിൽ കംപ്ലീഷൻ. അങ്ങനെ 3-ാം ഘട്ടം വരുന്നത് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശു കർത്താവ് രണ്ടാമത് വരുമ്പോൾ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. നമ്മുടെ ശരീരം കൂടെ വിശുദ്ധ സ്വർഗീയ അദ്രവത്വമുള്ള തേജസ്സിൻ്റെ ആത്മീയ ശരീരമായി, സ്വർഗീയ ശരീരമായി മാറും. അപ്പോൾ നമ്മൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും നമ്മൾ രക്ഷപ്പെടുകയാണ് അവിടെ. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കാറ്റഗറീസ് ഓഫ് സിൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. പാപത്തിൻ്റെ വിവിധ, എങ്ങനെയാണ് അതിനെ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, വിവിധ വർഗത്തിലുള്ള, വിവിധ ക്ലാസ്സിലുള്ള, വിവിധ വിഭാഗത്തിലുള്ള പാപങ്ങൾ. പാപം എന്ന് നമ്മൾ പറയുന്ന ഒരു ജനറൽ ടേമാണ്. എന്നാൽ അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. പല ടൈപ്പ് പാപങ്ങളുണ്ട്. ഡോക്ടർ എഡ് മർഫി എന്ന് പറയുന്ന ഒരാൾ പാപത്തെ ക്ലാസിഫൈ ചെയ്തത് 4ആയിട്ടാണ്. നമ്പർ 1, മോറൽ സിൻസ് അല്ലെങ്കിൽ സാൻമാർഗിക പാപങ്ങൾ. ഫോർ എക്സാമ്പിൾ സെക്ഷൽ ഇമ്മൊറാലിറ്റി, ലൈംഗിക പാപങ്ങൾ, ഇംപ്യൂരിറ്റി, അശുദ്ധി, ഡിബച്ചറി തുടങ്ങിയുള്ള ആ ടൈപ്പ് വർഗത്തിൽപ്പെട്ട പാപങ്ങളാണ് മോറൽ സിൻസ്. അസാൻമാർഗിക ജീവിതം നയിക്കുന്നതിലൂടെ ചെയ്യുന്ന പാപങ്ങളെല്ലാം കൂടെ ഒരു ക്ലാസ്സാക്കി അദ്ദേഹം മാറ്റി. അടുത്ത നമ്പർ 2, റിലീജിയസ് ആൻഡ് ഒക്കൾട്ടിക് സിൻസ്. മതപരമായതും അതുപോലെ ഈ ഒക്കൾട്ടിക് അറിയാലോ, ആഭിചാര കർമ്മങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കൂടി ചെയ്യുന്ന ഐഡോലാട്രി, വിച്ച് ക്രാഫ്റ്റ് അങ്ങനെയുള്ളതല്ല, വിഗ്രഹാരാധന, ദുർമന്ത്രവാദങ്ങൾ, ആഭിചാരം, ക്ഷുദ്രം തുടങ്ങി അങ്ങനെയുള്ള പൈശാചികമായ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾ, വിക്രിയകൾ, ഇതെല്ലാം കൂടെ പെട്ടതാണ് റിലീജിയസ് ആൻഡ് ഒക്കൾട്ടിക് സിൻസ്. രക്ഷിക്കപ്പെടാത്ത കാലത്ത്, അറിവില്ലാത്ത കാലത്ത് ഒത്തിരി പേര് ഇതിലെല്ലാം പോയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ശേഷം ഒരിക്കലും ഇങ്ങനെയുള്ളതുമായി ഒരു ബന്ധവും പാടില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്, ഉണ്ടാക്കരുത്, ഇതെല്ലാം വചനത്തിലുണ്ട്. സോ നമ്മളാരും ഇതിൽ പോയി വീഴരുത്. വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിൽക്കരുത്, വണങ്ങരുത്, കുമ്പിടരുത്, വീണ് കിടക്കരുത്, അതിനെ ചുംബിക്കരുത്, അതിൻ്റെ മുമ്പിൽ നേർച്ച കാഴ്ചകൾ കഴിക്കരുത്. കാരണം ജീവനുള്ള ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ളതാണ് വിഗ്രഹാരാധന. പലപ്പോഴും അത് മനസ്സിലാക്കാൻ വേണ്ടി സരളമായ ഉദാഹരണങ്ങളൊക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി വരികയാണ്. ഞാൻ പുറത്ത് പോയിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ എൻ്റെ മക്കൾ അവിടെ ആ ലിവിങ് റൂമിൽ തന്നെ എൻ്റെ ഒരു വാക്സ് പ്രതിമ, മെഴുകുകൊണ്ടുള്ള, എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ബ്ലൂ നിറത്തിലുള്ള ഷർട്ട് ഇട്ടിരിക്കുന്ന അതുപോലെ തന്നെ എൻ്റെ പുരികം, കണ്ണ്, ഐറിസ് എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നൊരു വാക്സ് പ്രതിമയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഡാഡാ 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 എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കുക, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരു ബാഗും പിടിച്ചുകൊണ്ട് അതിലേക്ക് വന്നിട്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അവിടെ മുറിയിൽ തന്നെ ഉണ്ട്, പക്ഷെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല. പകരം എൻ്റെ ഒരു പ്രതിമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്നെ പോലെ തന്നെ ഇരിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ അതേ നിറം, എല്ലാം അതുപോലെ, മുടി, ചെവി എല്ലാം അതുപോലെ തന്നെ. അവസാനം ഞാൻ ചെന്ന്, മക്കളെ ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ എൻ്റെ ഒരു പ്രതിമയോട് സംസാരിക്കുന്നത്? പക്ഷെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളാണ് ആ സ്ഥലത്തെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ലേ? അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ഇതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന എനിക്ക് എത്ര വിഷമമുണ്ടായി. എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, എൻ്റെ മടിയിൽ കയറിയിരിക്കണ്ടേ, എന്നെ കെട്ടിപ്പിടിക്കണ്ടേ, എന്നോട് ഡാഡാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് സംസാരിക്കട്ടെ. ഈ വിഷമമാണ് ദൈവത്തിനുള്ളത്. അവൻ ജീവിച്ചിരിക്കുമ്പോൾ
അതുകൊണ്ട് കർത്താവ്, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ജീവനില്ലാത്ത പൊട്ടക്കിണറുകളുടെ പിന്നാലെ നിങ്ങൾ പോവുകയാണോ? വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ നിങ്ങൾ കുഴിച്ച് അതിൻ്റെ പിന്നാലെ പോയി മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോകും. എത്ര ശക്തമായ ഭാഷയിലാണ് വചനത്തിലുടനീളം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലായിടത്തും കർത്താവിൻ്റെ ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിൽക്കുകയോ അതിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. അടുത്ത് സോഷ്യൽ സിൻസ് എന്ന് പറയുന്ന അടുത്തൊരു കാറ്റഗറി ഉണ്ട്. ഹേറ്റ്രഡ്, വെറുപ്പ്, ഡിസ്കോർഡ്, ജലസി, ഫിറ്റ്സ് ഓഫ് റേജ്, സെൽഫിഷ് ആംബിഷൻ, ഡിസെൻഷൻ, ഡിവിഷൻ, എൻവി എന്ന് വെച്ചാൽ ആളുകൾ തമ്മിൽ, സോഷ്യൽസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, ഈ മനുഷ്യരുകൾ തമ്മിലുള്ള ഇടപെടലുകളിൽ വരുന്ന പ്രശ്നങ്ങളാണ്. വെറുപ്പ്, വിയോജ്യത, അല്ലേ, അസൂയ, കോപം, പിന്നെ സ്വാർത്ഥതയിലുള്ള ഇടപെടലുകൾ, വിഭാഗീയതകൾ, പക്ഷപാതം തുടങ്ങിയുള്ള ഒത്തിരി ഉണ്ട്. അത് മനുഷ്യരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്ന തെറ്റുകളാണ്. അടുത്തതാണ് സിൻസ് ഓഫ് ദ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം ഇല്ലായ്മ നിമിത്തമുള്ളത്. ഡ്രങ്കൻനെസ്, ഓർജീസ്, അങ്ങനെയുള്ളത്, കുടിക്കുക, ഇങ്ങനെ പാർട്ടികളിലൊക്കെ അനാവശ്യമായ അഴുക്കിലേക്ക് പോവുക, അങ്ങനെയുള്ളതെല്ലാം ആത്മനിയന്ത്രണമില്ലാത്ത, ഇങ്ങനെ പലതരത്തിൽ പാപങ്ങളെ കാറ്റഗറൈസ് ചെയ്യാം. എന്തിനാ ഞാനിത് പറയുന്നത്? വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ പാപത്തെ പാപമെന്ന് കണ്ട് അതിനെ വിട്ടൊഴിഞ്ഞ് പോകണം. അപ്പോൾ തന്നെ ഈ കാറ്റഗറീസ് ഓഫ് സിന്നിൽ എനിക്ക് പിന്നെ പറയാനുള്ള 2 മേജർ കാറ്റഗറീസ്, ദൈവവചനം ഇതിനെ വിഭാഗിക്കുന്ന 2 മേജർ കാറ്റഗറീസ്. ഒന്നാമത്തത് സിൻസ് ഓഫ് കമ്മീഷൻ, രണ്ടാമത്തത് സിൻസ് ഓഫ് ഒമിഷൻ. അതിൻ്റെ മലയാളം എങ്ങനെ പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ മലയാളം ടേംസ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ വായിൽ വരുന്നില്ല. വന്നാൽ പറയാം, അറിയാവുന്ന പോലെ പറയാം. സിൻസ് ഓഫ് കമ്മീഷൻ എന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കൽപ്പനാ ലംഘനം നിമിത്തമുള്ള പാപങ്ങളാണ്. ഉദാഹരണത്തിന് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഡൂയിങ് വാട്ട് വി ought not to do. ചെയ്യരുത് എന്ന് ദൈവം നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് സിൻസ് ഓഫ് കമ്മീഷൻ. ഡൂയിങ് വാട്ട് വി ought not to do. ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ദ ഡോൺസ് ദാറ്റ് വി ഡു, അരുത് 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 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചെയ്താൽ അതിൻ്റെ പേരാണ് സിൻസ് ഓഫ് കമ്മീഷൻ, കൽപ്പനാ ലംഘനം മുഖാന്തരമുള്ള പാപങ്ങൾ. ഡൂയിങ് ദ തിങ്സ് ഫോർബിഡൻ ബൈ ഗോഡ്, ദൈവം നിരോധിച്ചിട്ടുള്ള, വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ. അത് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മയിൽ വന്നതാണ് വിലക്കപ്പെട്ട ഖനി, ഫോർബിഡൻ ഫ്രൂട്ട്. നീ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കരുതെന്ന് പറയുന്നു, അത് കഴിക്കുന്നു. ഓക്കെ, so the first sin ever committed by humans was a sin of commission. ഒന്നാം പാപം, ആദ്യ പാപം, മനുഷ്യകുലം ചെയ്ത ആദ്യ പാപം എന്തായിരുന്നു? കൽപ്പന ലംഘിക്കുന്നതിലൂടെ ചെയ്ത ഒരു പാപമാണ്. Eve ate the forbidden fruit and gave to her husband. ഹവ്വ വിലക്കപ്പെട്ട ഫലം കഴിക്കുക മാത്രമല്ല ഒരാളെ കൂടെ അത് കഴിപ്പിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ ഈ 10 കൽപ്പനകളിൽ വരുന്ന ഈ കൽപ്പനാ ലംഘനങ്ങളിൽപ്പെട്ട കൽപ്പനകളിൽ എന്ത് ലംഘിച്ചാലും അത് ഈ കാറ്റഗറിയിൽ പെടും. ഉദാഹരണത്തിന് thou shall not murder, കൊല ചെയ്യരുത്, ആരെയും കൊല്ലരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് thou shall not steal, നീ മോഷ്ടിക്കരുത്, അരുത് അരുത് അരുത്. അടുത്തേക്ക് do not covet somebody else's belongings, മറ്റൊരാളുടെ വസ്തുക്കളോ ഭാര്യയോ ദാസനെയോ ദാസിയോ അവൻ്റെ ഒന്നും നീ മോഹിക്കരുത്. മോഹിച്ചാൽ അരുത് എന്ന് പറഞ്ഞത് ചെയ്താൽ അതിൻ്റെ പേരാണ് കൽപ്പനാലംഘനം. കൽപ്പനാലംഘനം മുഖാന്തരമുള്ള പാപം, അതാണ് ഒന്നാമത്തെ കാറ്റഗറി. ദൈവം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണരുത്. ഇപ്പോൾ ആധുനികമായി ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയാം, നിങ്ങളുടെ മുമ്പിൽ TV ഇരിപ്പുണ്ട്, ഒത്തിരി പേര് ടിവിയുടെ മുമ്പിൽ അല്ലെന്നറിയാം, മൊബൈലായിരിക്കും. ഈ മൊബൈലിൽ
ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഇതിൽപ്പെടും, സിൻ ഓഫ് കമ്മീഷൻ. അരുതാത്തത്. അത് ഏതാണെന്ന് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഒരല്പം ദൈവവചനം, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ അത് മനസ്സിലാവും. അപ്പോൾ ഒത്തിരി പേരുടെ ചോദ്യമാണ്, ബ്രദറെ ഈ മൂവി കാണാമോ, അത് കാണാമോ, ഈ പാട്ട് കേൾക്കാമോ എന്നൊക്കെ ചോദിക്കും. അപ്പം അതിന് നല്ലൊരു ഉദാഹരണം എനിക്ക് പറയാവുന്നത് ഇത്രേ ഉള്ളൂ. ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഒരു യുവാവും യുവതിയും ഇഷ്ടപ്പെട്ടു. അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനുള്ളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ആദ്യത്തെ വിവാഹത്തിന് മുമ്പുള്ള സമയത്തെ സംഭാഷണങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ, ഇൻട്രാക്ഷൻസിലൂടെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണും ഈ സ്ത്രീയും പുരുഷനും. പക്ഷെ ശരിക്കുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? വിവാഹശേഷം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇതുപോലെ കർത്താവിനെ നമ്മൾ സ്വീകരിച്ച് കർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ശബ്ദം വരും, അതെനിക്കിഷ്ടമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പറയും, നോ മോനെ, നീ ചെയ്യരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ വിലക്കും, നോ. ഞാൻ പല പ്രാവശ്യം എൻ്റെ ഉള്ളിൽ റെബ്യൂക്ക് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്യുമ്പോൾ അകത്ത് ഒരു ശാസന ശബ്ദം പോലെ, നീ ചെയ്യരുത്, ദാറ്റ് ഈസ് റോങ്. അപ്പം തന്നെ ഞാൻ ഒരു പക്ഷേ തിരുത്തി പറയാം, അല്ലെങ്കിൽ ദൈവത്തോട് മാപ്പ് പറയത്ത, ഐ ആം സോറി. എത്ര സേഫ്റ്റിയാണ് അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടില്ലെങ്കിലാണ് പ്രശ്നം. സോ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. ആ ഒരു ശബ്ദം കേൾക്കുന്നത് എത്ര 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 സുരക്ഷിതത്വമുള്ളതാണ്. രണ്ടാമത്തത്, സെക്കൻഡ് വൺ, സിൻസ് ഓഫ് ഒമിഷൻ. സിൻസ് ഓഫ് ഒമിഷൻ എൻ്റെ മലയാളം ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, കിട്ടിയ പറയാം. ഫെയിലിംഗ് ടു ഡു വാട്ട് വി ഓട്ട് ടു ഡു. നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാതിരിക്കുക. ആദ്യത്തേത് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുന്നതാണ്, സിൻസ് ഓഫ് കമ്മീഷൻ. രണ്ടാമത്തേത് സിൻസ് ഓഫ് ഒമിഷൻ. നമ്മൾ വിട്ടുകളയുന്ന, അഗണ്യമാക്കുന്ന, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് നോട്ട് ഡൂയിങ് ദ ഡൂസ്. ചെയ്യണം, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിക്കുക. പല കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡ്യൂട്ടിയായി ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യാതിരിക്കുന്നതാണ് പ്രശ്നം. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 17, യാക്കോബിൻ്റെ ലേഖനം 4:17. ഇഫ് എനി വൺ ദെൻ knows the good they ought to do and doesn't do it, it is a sin for them. നല്ലൊരു ഡെഫിനിഷനാണ്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാകും. വാവ് 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 വാവ്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ഇന്നത് ചെയ്യണമെന്നറിയാം, പക്ഷെ ചെയ്യുന്നില്ല, അത് പാപമാണ്. ഉദാഹരണത്തിന് ഞാൻ സിമ്പിൾ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് പറയുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സഭായോഗമായി വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കണം. ഇതെല്ലാവർക്കും അറിയാതെ ചെയ്യണമെന്നുള്ളത്. കൊറോണയ്ക്ക് മുമ്പ് അവരത് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഈ ഓൺലൈൻ സംസ്കാരം വന്ന ശേഷം സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും TV-യിലും കാണുന്നതിലേക്ക് പോയി പലരും മടിഞ്ഞ് വീടുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവർക്ക് തന്നെ അറിയാൻ ശരിയല്ലെന്ന്. പക്ഷേ എളുപ്പവഴിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രസ് ചേഞ്ച് ചെയ്യണ്ട, സ്വോത്ര കാഴ്ച കൊടുക്കണ്ട, ബസ് ഫെയർ വേണ്ട, വണ്ടിയിൽ പെട്രോൾ അടിക്കണ്ട, മെനക്കെട്ട് ഇറങ്ങണ്ട, ഇവിടെ തന്നെ ഇരിക്കുക, വേറെ പല പരിപാടി ഇത് ഓണാക്കി ഇട്ടാൽ മതി, പല പരിപാടികളും പാരലായിട്ട് ചെയ്യുക, ആരാധന കൂടി ഇന്ന് ആക്കി വെച്ചു. പക്ഷേ വേറെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കൊന്ന് കേൾക്കും. അവിടെ നിന്ന് വെളി വരുമ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് ബ്രദറെ എന്ന് പ്രത്യേകിച്ച് പറയുകയും ചെയ്യും. ദിസ് ഈസ് സിൻ ഓഫ് ഒമിഷൻ. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക. നിങ്ങളിൽ എത്ര പേര് ഫാദേഴ്സ് ആയിട്ടുണ്ട്? ഒന്ന് കൈ കാണിക്കാം. അപ്പന്മാർ. എത്ര പേര് അമ്മമാരായിട്ടുണ്ട്? അവർക്ക് കർത്തവ്യങ്ങളുണ്ട് അല്ലേ? പാരന്റൽ ഒരു അപ്പൻ എന്ന രീതിയിൽ ഒരു പിതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഒരു വീട്ടിലെ കുടുംബനാഥൻ അയാൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ്, പാപമാണ്, സിൻ ഓഫ് ഒമിഷൻ. ചെയ്യരുതാത്ത എന്തെങ്കിലും ചെയ്താൽ
സിൻ ഓഫ് കമ്മീഷൻ, കൽപ്പനാലംഘനം. ഇത് സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്, എനിക്ക് ആ വാക്ക് വായിൽ വരുന്നില്ല കുഞ്ഞുങ്ങളെ. സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് അവഗണനയാൽ വരുന്ന പാപങ്ങളാണ്. ചെയ്യേണ്ടത് അവഗണിച്ച് കളയുക. ഒരു ഉദാഹരണം, ഒരു വചനഭാഗം കൂടെ, മാത്യു 25:42-43, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 42-43 വചനങ്ങളിൽ. For I was hungry and you gave me nothing to eat. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ന്യായവിധി നടക്കുന്ന സമയത്ത് അന്ന് പറയുന്നൊരു കാര്യമാണ്, പക്ഷേ ഇപ്പോഴേ പറയുകയാണ്. I was thirsty and you gave me nothing to drink. എനിക്ക് ദാഹിച്ചു, പക്ഷെ നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. I was a stranger and you did not invite me in. ഞാനൊരു അപരിചിതനായി നിങ്ങളുടെ അടുക്കൽ വന്നു, പക്ഷെ നിങ്ങൾ എന്നെ ക്ഷണിച്ചില്ല. I needed clothes and you did not clothe me. എനിക്ക് വസ്ത്രം വേണമായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചില്ല. I was sick and in prison and you did not look after me. ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, പക്ഷെ നിങ്ങൾ ആരും വന്ന് എന്നെ കണ്ടില്ല. ഇത് കർത്താവ് പരാതി പറയുന്നത് ആരെക്കുറിച്ച്? ഈ എളിയവരിൽ ചില ഇപ്പോഴുള്ള സമസൃഷ്ടങ്ങളിൽ പലർക്കും വേണ്ടി പലതും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അത് ഇങ്ങനെ കണക്കാക്കപ്പെടും എന്നാണ് പറയുന്നത്. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 47-48 വരെ വായിക്കുമ്പോൾ, ലൂക്ക് 12:47-48, അവിടെ ഒരു ദാസനെ കുറിച്ച് പറയുന്നത്, the servant who knows the master's will and does not get ready or does not do what the master wants will be beaten with many blows. ഇവിടെ ഒരു സെർവൻറ്റിനെ, ഒരു വേലക്കാരനെ, സേവകനെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ യജമാനന്റെ ഇഷ്ടം ഇന്നതാണെന്ന് അറിഞ്ഞിട്ടും അതവൻ ചെയ്യാതിരുന്നാൽ അവൻ ഏറിയ അടികൊള്ളും. നമ്മുടെ യജമാനായ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം. വചനമൊക്കെ കുറേ എല്ലാവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ചെയ്യുന്നില്ലെങ്കിൽ, ലോകമെമ്പാടുമായി നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കണം എന്ന് വചനത്തിലുണ്ട്. കൊടുത്തില്ലെങ്കിൽ അത് തെറ്റാണ്. അല്ലല്ല, അത് ദരിദ്രർക്ക് കൊടുക്കാനാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ ആളുകൾക്ക് ഭിക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. ദരിദ്രരെല്ലാം ഇപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട്. കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ള ദൈവത്തിനെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ദാവ്യം ബ്രദറിനുള്ളതോ ഏതെങ്കിലും സഭയ്ക്കുള്ളതോ ഏതെങ്കിലും പാസ്റ്റേഴ്സിനുള്ളതോ ഒന്നുമല്ല, അത് കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാണ്. അതെല്ലാവരും കൊടുത്തിരിക്കണം. സ്നാനപ്പെടണം എന്നറിയാം, സ്നാനപ്പെടുന്നില്ല. ഇതിൽ വരും ഒമിഷൻ, സിൻസ് ഓഫ് ഒമിഷൻ. അവഗണനയാലുള്ള പാപമാണത്. അവഗണിച്ചു കളയുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെ. ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ അത് പാപമാണ്. സിൻസ് ഓഫ് കമ്മീഷൻ. ഇനി പ്രാർത്ഥിക്കണമെന്നറിയാം, പ്രാർത്ഥിക്കുന്നില്ല, അത് സിൻ ഓഫ് ഒമിഷനാണ്. അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. ആരാധിക്കണമെന്നറിയാം, ആരാധിക്കുന്നില്ല. ഇങ്ങനെ 100 നമുക്ക് എടുത്ത് പറയാൻ കഴിയും. ഒരു വചനഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:19-21. ഗലാത്യലേഖനം 5:19-21 വരെ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഇന്നുമ്പൊക്കെ വായിച്ചുള്ള ഭാഗമാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ദ ആക്ട്സ് ഓഫ് ദ ഫ്ലഷ് അല്ലെങ്കിൽ ദ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് ആർ ഒബ്വിയസ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൽ ഇമ്മൊറാലിറ്റി, ഇംപ്യൂരിറ്റി, ഡിബച്ചറി, ഐഡലാട്രി, വിച്ച് ക്രാഫ്റ്റ്, ഹേറ്റഡ്, ഡിസ്കോർഡ്, ജലസി, ഫിറ്റ്സ് ഓഫ് റേജ്, സെൽഫിഷ് ആംബിഷൻ തുടങ്ങി ഒത്തിരി വലിയൊരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം. ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ് അല്ലേ? അത് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാതിരുന്നാൽ അത് സിൻസ് ഓഫ് ഒമിഷൻ ആയിട്ട് വരും. ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്താൽ അത് സിൻസ് ഓഫ് കമ്മീഷൻ ആയിട്ട് വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഡ് മർഫി പറഞ്ഞ ടൈപ്പ് കാറ്റഗറൈസ് ചെയ്ത് ഞാൻ ആദ്യം സംസാരിച്ചു. അതിനുശേഷം മേജർ ഡിവിഷൻ കാറ്റഗറി എന്ന് പറയുന്ന 2ആണ്. SOC and SOO, sins of commission and sins of omission.
കൽപ്പനകൾ ലംഘിക്കുന്നതിലൂടെ ചെയ്യുന്ന പാപങ്ങൾ, അതായത് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നത്, അതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത് ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നത്, നോട്ട് ഡൂയിങ് ദ ഡൂസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അയ്യോ, ഈ വചനങ്ങളാ കർത്താവ് നിങ്ങൾ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ, തലയ്ക്ക് വെളിവുണ്ടാകട്ടെ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ രണ്ടാമതൊരു സെപ്റ്റംബർ എക്സാം ഇല്ല, ഒരു സേ പരീക്ഷ ഇല്ല, രണ്ടാമത് പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതൊക്കെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും എക്സാം ബോർഡുകളിലൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യ ജീവിതത്തിൽ അതില്ല. ഒരിക്കൽ ഈ ജീവിതം തീർന്നാൽ രണ്ടാമത് ഇവിടെ വന്ന് തിരുത്തി ജീവിക്കാനുള്ള ഒരു അവസരം നമുക്കില്ല. ഒറ്റ അവസരമേ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളൂ. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഈ മെസ്സേജ് ഒന്ന് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് നല്ലതല്ലേ? വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളിൽ, കമ്മ്യൂണിറ്റികളിൽ, വാട്സപ്പ് സ്റ്റേറ്റസായി നിങ്ങളുടെ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ എടുത്ത്, നിങ്ങളുടെ ക്ലിപ്പിങ്സും ഒക്കെ എടുത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ, ട്വിറ്ററിൽ ചിലതൊക്കെ എടുത്ത് ട്വീറ്റ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലിടുക, എന്തൊക്കെയാണോ സോഷ്യൽ മീഡിയ എല്ലാം എനിക്ക് അറിഞ്ഞുകൂടാ, അതിലൊക്കെ ഇടുക. ദൈവവചനം പരക്കട്ടെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്ന, രോഗികൾ സൗഖ്യമാകട്ടെ, മൈഗ്രെയിൻ ഹെഡേക്ക് സൗഖ്യമാകട്ടെ, സൈനസൈറ്റിസ് സൗഖ്യമാകട്ടെ. ഇടയ്ക്ക് ഇങ്ങനെ കയ്പ് വെള്ളം വൊമിറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. മദ്യപാന ശീലത്തിൽ നിന്ന്, മറ്റുള്ള അഡിക്ഷൻസിൽ നിന്ന് ജനങ്ങൾ സ്വതന്ത്രമാകട്ടെ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ജനങ്ങൾ ഒരുക്കുന്നതിനായി നന്ദി. താങ്ക് യു ഫാദർ. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ബ്ലസ് ചെയ്യുന്നു. കൈനീട്ടി പിടിക്കാം. ഏതൊരാവശ്യത്തിലും കർത്താവ് കൂടെ ഇരുന്ന് സഹായിച്ച് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. So God bless you all. See you tomorrow. Bye-bye.